പ്രസൻറ്റ് യുവർ അക്കൗണ്ട്സ്. ഞാൻ പറഞ്ഞു എൻ്റെ കണക്കുകൾ ശരിയല്ല. കേൾക്കുന്ന ശബ്ദം കുറച്ചുകൂടി ഭയാനകമാണ്. യു ക്യാൻ ഗോ. എന്നെ നരകാഗ്നിയിലേക്ക് വിടുകയാണ്. ദൈവം എന്താ ചെയ്യുക? അപ്പോൾ പാപത്തിൻ്റെ ഫലം നരകമാണ് എന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ് പാപം, എന്താണ് നരകം എന്ന് വ്യക്തമാക്കുന്ന അനുഭവമായിരുന്നു നിനക്ക് പോകാം. നരകം എന്ന് പറഞ്ഞാൽ നരകത്തിൽ തീയുണ്ടോ പൊള്ളുന്നു എന്ന് ചോദിച്ചാൽ അർത്ഥമില്ലാത്ത കാര്യമാണ്. നരകം എന്നൊരു അനുഭവമാണ്. സ്നേഹമുള്ളവരെ, ഞാൻ ഫാദർ മൈക്കിൾ കാര്യമറ്റം, തലശ്ശേരി രൂപതയിലെ ഒരു വൈദികൻ. 2 വർഷമായി രൂപതയുടെ വൃദ്ധസദനമായ റിട്ടയർ ചെയ്ത വൈദികർക്ക് വേണ്ടിയുള്ള കരുവഞ്ചാലിലെ ശാന്തി ഭവനിൽ താമസിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഞാൻ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. എനിക്ക് 2000 ആണ്ടിലുണ്ടായ ഒരു അനുഭവം, യു ആർ വെൽക്കം ഹോം, ഒരു സ്വർഗീയ അനുഭവം. അപ്പോൾ അതിന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു അനുഭവം പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അത് ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷമാണ്. മേരി മാതാസിൻ്റെ പഠിപ്പിക്കുന്ന കാലം, കൃത്യമായിട്ട് ഞാൻ ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ അതൊരു ഓശാന ഞായറാഴ്ചയുടെ തലേദിവസമാണ്. ഓശാന ഞായറാഴ്ചയുടെ തലേദിവസം രാത്രി ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. വെളുപ്പാങ്കാലത്തിന് മിക്കവാറും 3 മണിയായി കാണും. പെട്ടെന്നൊരു ശബ്ദം കേട്ട് ഞാൻ ഉണർന്നു. ശബ്ദം ഇതായിരുന്നു, പ്രസൻറ്റ് യുവർ അക്കൗണ്ട്സ്. വളരെ വ്യക്തമായ ഒരു ശബ്ദം. എന്ത് അക്കൗണ്ട് പ്രസൻറ്റ് ചെയ്യാനാണ്? ആരാണ് എന്നോട് ഈ പാതിരാത്രിക്ക് അക്കൗണ്ട് ചോദിക്കുന്നത്? സ്വപ്നം കണ്ടതായിരിക്കും. ഉറങ്ങാൻ തുടങ്ങുന്നു, വീണ്ടും കേൾക്കുന്നു അതേ ശബ്ദം, 2ാം തവണയും പ്രസൻറ്റ് യുവർ അക്കൗണ്ട്സ്. അപ്പം ഞാൻ എണീറ്റിരുന്ന് ആലോചിച്ച് എന്ത് അക്കൗണ്ടാണ് ഞാൻ കൊടുക്കേണ്ടത്? ഞാൻ തലശ്ശേരി ജോലി ചെയ്യുന്ന കാലത്താണെന്നുണ്ടെങ്കിൽ ബൈബിൾ അപ്പോസ്റ്റലിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു. അന്ന് കാശ് കൈകാര്യം ചെയ്തിരുന്നു. അതിന് ശേഷം ഡിവാൻ വന്നു, അവിടുന്ന് കുറച്ച് കാശ് കൈകാര്യം ചെയ്തിട്ടുണ്ട് ബൈബിൾ കോളേജിൽ. പക്ഷേ ഇപ്പോൾ ഈ സെമിനാരി വന്നു, കാശ് കൈകാര്യം ചെയ്തൊരു കാര്യമില്ല. എനിക്ക് അവർ താമസം ഭക്ഷണം ഫ്രീ ആയിട്ട് തരുന്നു, 3000 രൂപയാണെന്ന് അലവൻസ് ആയിട്ട് തരുന്നു. അതുകൊണ്ട് എൻ്റെ മരുന്ന് കാര്യങ്ങൾ നടക്കുന്നു. എന്ത് അക്കൗണ്ട് പ്രസൻറ്റ് ചെയ്യാനാണ്? സ്വപ്നമായിരിക്കും. ഉറങ്ങാൻ തുടങ്ങുമ്പോൾ വീണ്ടും കേട്ടു ഈ ശബ്ദം, പ്രസൻറ്റ് യുവർ അക്കൗണ്ട്സ്. ശക്തമാണ്, വ്യക്തമാണ്, ഇംഗ്ലീഷ് ഭാഷയിലുമാണ്. കൃത്യമായി മനസ്സിലായി. കണക്ക് ബോധിപ്പിക്കണമെന്നാണ് പറയുക. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത്, തമ്പുരാൻ, ഇത് പണത്തിൻ്റെ കണക്കല്ലല്ലോ, എൻ്റെ ജീവിതത്തിൻ്റെ കണക്കാണല്ലോ കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് ആ പാടെ അങ്കലാപ്പായി. ജീവിതത്തിൻ്റെ കണക്ക് തമ്പുരാനാണ് ചോദിക്കുന്നത്, കണക്ക് ബോധിപ്പിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ വിധിയാളനായ ദൈവത്തിന് മുമ്പിലാണ് നിൽക്കുക. എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ, കഴിഞ്ഞ കാലങ്ങൾ മുഴുവനും ഓർമ്മ വെച്ച കാലം മുതൽ ഉണ്ട സംഭവങ്ങൾ മുമ്പിലൂടെ കടന്നു പോകാൻ തുടങ്ങി. ഉണ്ടായ വീഴ്ചകൾ, തെറ്റുകൾ, ആസക്തികൾ എല്ലാം. എന്നല്ലേ ആസക്തിയോടെ ഒരാളെ നോക്കുന്നത് മനസ്സിൽ പാപം ചെയ്ത് കഴിഞ്ഞു. യേശു പറഞ്ഞതാണ്, സഹോദരനോട് എന്തെങ്കിലും വെറുപ്പ് വെച്ചുകൊണ്ടിരുന്നാൽ അവന് ക്ഷമ ഉണ്ടാകില്ല. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചെയ്തും തെറ്റുകളും ചെയ്യാതെ വിട്ടുപോയ ഉപേക്ഷകളും എല്ലാം കൂടെ മനസ്സിലേക്ക് വന്നപ്പോഴേക്കും പാടെ പ്രശ്നമാണ്. ഇനി എന്താ ചെയ്യുക? ഞാൻ ആ ഒരു ഓശാന ഞായറാഴ്ച മുഴുവൻ വീക്ഷിച്ചുകൊണ്ടായിരുന്നു. എന്ത് പറയും, ഞാൻ എങ്ങനെയാണ് കണക്ക് ബോധിപ്പിക്കുക? കണക്ക് മുഴുവൻ റെഡാണ്. ആ തമ്പുരാൻ ക്ഷമിക്കുമെന്ന് വിചാരിച്ചങ്ങനെ ഒരു തരത്തിൽ ഞാനങ്ങനെ പടന്നു. പിറ്റേ ദിവസം രാത്രി ഏതാണ്ട് വീണ്ടും ഈ ശബ്ദം കേൾക്കുകയാണ്, പ്രസൻറ്റ് യുവർ അക്കൗണ്ട്സ്. ഞാൻ പറഞ്ഞു എൻ്റെ കണക്കുകൾ ശരിയല്ല. കേൾക്കുന്ന ശബ്ദം കുറച്ചുകൂടി ഭയാനകമാണ്. യു ക്യാൻ ഗോ. നിനക്ക് പോകാം. എങ്ങോട്ടാണ് പോകണ്ടേ? വിധിയാളനായ ദൈവം എന്നോട് പറയുകയാണ്, നിനക്ക് പോകാം. ദൈവത്തെ എന്താണ് എങ്ങോട്ടാണ് പോകേണ്ടത് ഇറങ്ങി നരകത്തിലേക്ക്. അപ്പോഴേ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത മത്തായി സുവിശേഷം 25-ാമത്തെ അധ്യായത്തിലെ അന്തിമവിധിയുടെ കഥയാണ്. 25-ാമത്തെ അധ്യായത്തിൽ ശപിക്കപ്പെട്ടവരെ അകന്നു പോകുവിൻ, പിശാചുമായ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നരകാഗ്നിയിലേക്ക് പോകുവിൻ. അതല്ലേ എന്നോട് പറഞ്ഞത്. എന്നെ നരകാഗ്നിയിലേക്ക് വിടുകയാണ്. ദൈവം എന്താ ചെയ്യുക? ഇതിങ്ങനെ മനസ്സിൽ ഒന്ന് അന്തിന് ഉറങ്ങാൻ പറ്റിയില്ല. നേരം വെളുത്ത് ഉറക്കമില്ല. ഈ 2 വാക്കുകൾ മനസ്സിൽ ഇങ്ങനെ, പ്രസൻറ്റ് യുവർ അക്കൗണ്ട്സ്, യു ക്യാൻ ഗോ. നിന്റെ കണക്ക് ബോധിപ്പിക്കുക, നിനക്ക് പോകാം. പോകാനിടമില്ല. ഞാനിങ്ങനെ ജീവിക്കുന്നത് ജീവച്ഛമായിട്ടാണ് പോവുക. മനസ്സിൽ യാതൊരു സമാധാനമുള്ള സന്തോഷത്തിൻ്റെ ഭയം. അതിനു മുമ്പ് എനിക്കറിയില്ലായിരുന്നു എന്താണ് ഭയമെന്ന്. ദുഃഖം കുറയെല്ലാം ഉണ്ടാണ്, പക്ഷേ ഭയവും ദുഃഖവും നിരാശയും എല്ലാം കൂടി കാർന്നു നിന്നുന്ന ഒരനുഭവം. അത് തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ചയായി, ബുധൻ, ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ പ്രശ്നമാണ്. ഞാൻ പോയി കുമ്പസാരിച്ചു, എൻ്റെ കൗൺസിലറുമായിട്ട് സംസാരിച്ചു, ആ സ്പിരിച്വൽ അഡ്വൈസർ. ഒരു സമാധാനമില്ല ഒരു തരത്തിലും. ഈ ശബ്ദം മനസ്സിൽ നിന്ന് മാറുന്നേ ഇല്ല. അതങ്ങനെ പോയി പെസഹ ആഴ്ച കഴിഞ്ഞു. പെസഹ ആഴ്ചയിലും പങ്കെടുക്കുന്നു, പക്ഷേ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. ഈ ശബ്ദമാണ്.
അവസാനം ദുഃഖവെള്ളിയാഴ്ച വന്നു. ദുഃഖവെള്ളിയാഴ്ച ഇടവക മുളയം പള്ളിയിൽ ആണ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. ഇടവക പള്ളിയിൽ പോയി. അവിടെ കുർബാനയുടെ ആരംഭത്തിൽ ഒരു വായന ഞാൻ കേട്ടു. ഇതായിരുന്നു ഏഷ്യായുടെ പുസ്തകം 53-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്നും നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സുഖം പ്രാപിച്ചു. ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്ന മുമ്പിൽ നിൽക്കുന്ന ആ ചെമ്മരാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. അവൻ മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. ഈ വായന കേട്ടപ്പോൾ മനസ്സിലായി, തമ്പുരാനെ, ഇതാണല്ലോ സംഭവിച്ചത്. പാപം ഏറ്റെടുത്ത ഈ അനുഭവം എൻ്റെ മാത്രമല്ല. ഞാൻ ഇപ്പോൾ ഈ വാക്ക് കേട്ടപ്പോഴേക്കും എനിക്ക് മറ്റൊരു ബോധമാണ് ഉണ്ടാവുക. എന്താണ് ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ച കടന്നു പോയത്, എന്താണ് എൻ്റെ കാരണം? അപ്പോൾ എൻ്റെ ഓർമ്മ കടന്നു വന്നു. ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, പലരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആകട്ടെ, നമ്മൾ യേശുവിനെ കുറിച്ച് പറഞ്ഞില്ലേ, യേശുവിൻ്റെ പീഡാനുഭവം നമ്മൾ എത്രയോ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പീഡാനുഭവം പറഞ്ഞാൽ മാക്സിമം ഒരു 12 അല്ലെങ്കിൽ 15 മണിക്കൂർ ദീർഘിച്ചാണ്. യേശു 10 മണിയോട് കൂടിയാണ് ഏതായാലും ഗത്സമനിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. പിറ്റേ ദിവസം 3 മണിയായപ്പോഴേക്കും ഏതാണ്ട് മരണമായി കഴിഞ്ഞു. ഇപ്പോൾ 15 അല്ലെങ്കിൽ 18 ആകപ്പാടെ ഒരു 10-20 മണിക്കൂർ താഴെയുള്ള സമയമേ ഉള്ളൂ. ഈ സമയത്തെ വേദനയെക്കുറിച്ചാണോ യേശു ഇത്രമാത്രം വിലപിക്കുന്നത്? പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, നിലവിളിക്കുന്നു. രക്തം വിയർപ്പുതുള്ളികളായി ഒഴുകുന്നു. എന്താ ഇത്രമാത്രം പേടിക്കാൻ കാരണം? അവസാനം കുരിശിൽ കിടന്ന് എൻ്റെ ദൈവമേ എന്നെ കൈപിടിഞ്ഞു, പിതാവിന് പോലും പിടിക്കുന്നില്ല. ഇപ്പം എന്താണ് യേശുവിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം? ഈ ഇത്രയും മണിക്കൂർ ഇതിനേക്കാൾ ദുഃഖവേദിച്ച് എത്രയോ മനുഷ്യരുണ്ട്. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും നിരന്തരമായ പീഡനം സഹിച്ച് ചുട്ടു വന്നവരുണ്ട്, തൊലി പൊളിച്ചു വന്നവരുണ്ട്. ഏതെല്ലാം തരത്തിൽ യേശുവിനേക്കാൾ കൂടുതൽ വേദനകൾ സഹിച്ച് എന്തുമാത്രം ആൾക്കാരുണ്ട്. പക്ഷേ മനുഷ്യപുത്രൻ ആയി മനസ്സിലിച്ച് ദൈവത്തിൻ്റെ പുത്രന് ഈ ചെറിയ സാധനം ഉണ്ടായപ്പോൾ ഇത്രയും നിലവിളിക്കേണ്ട കാരണം എന്താണ്? ഞാൻ ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എന്താ മനസ്സിലായത്? മനസ്സിലായതാണ് പാപത്തിൻ്റെ കാഠിന്യം, ഫലം. ഞാൻ ഒരു മനുഷ്യൻ്റെ പാപം അനുഭവിച്ചപ്പോൾ പറഞ്ഞു, നിനക്ക് പോകാം. എങ്ങോട്ടാ? ദൈവത്തിൽ നിന്ന് അകന്ന്. അപ്പോൾ പാപത്തിൻ്റെ ഫലം നരകമാണ് എന്ന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. അതൊരു മനുഷ്യൻ്റെ. അപ്പോൾ യേശുവിനെ സംബന്ധിച്ച് ലോകത്തിൻ്റെ മുഴുവനും പാപം സ്വന്തം ചുമലിൽ ഏറ്റെടുത്ത വ്യക്തി ദൈവത്തിന് മുമ്പ് നിൽക്കുമ്പോൾ പിതാവേ എന്ന് വിളിക്കാൻ പോലും സാധിക്കില്ല. കാരണം പാപം അറിയാത്തവനെ പാപമാക്കി എന്ന് പറയുന്നുണ്ട്. പാപം അറിയാത്തവനെ പാപം ഏറ്റെടുക്കുമ്പോൾ പാപമായി തീരുകയാണ്. ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന കുഞ്ഞാണ്, ലോകത്തിന് മുഴുവനും പാപം. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് പാപം, എന്താണ് നരകം എന്ന് വ്യക്തമാക്കുന്ന അനുഭവമായിരുന്നു. നിനക്ക് പോകാം. അപ്പോൾ യേശു ആ നരകത്തിൻ്റെ ഒക്കെ നിൽക്കുന്ന പോലെ അല്ലേ? എന്നെപ്പോലെയല്ലോ യേശുവിൻ്റെ കാര്യം. യേശുവിൻ്റെ പിതാവിൻ്റെ പുത്രനാണ് യേശു. പിതാവിൽ നിന്ന് വിളിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ നരകത്തിൻ്റെ വാതിൽക്കൽ ആ നിൽക്കുന്ന ഒരു അനുഭവമാണ് യേശുവിനുണ്ടാവുക. അപ്പോൾ പാപം എന്താണ് യേശു പാപം ഏറ്റെടുത്തു എന്ന് അർത്ഥമാക്കുന്നത് അന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നരകം എന്ന് പറഞ്ഞാൽ നരകത്തിൽ തീയുണ്ടോ പൊള്ളുന്നു എന്ന് ചോദിച്ചാൽ അർത്ഥമില്ലാത്ത കാര്യമാണ്. നരകം എന്നൊരു അനുഭവമാണ്. ആ അനുഭവം ജീവിതനഷ്ടമാകുന്നു. എൻ്റെ ജീവൻ്റെ ഉറവിടമായ ലക്ഷ്യമായ ജീവിതത്തിൽ ഞാൻ അകറ്റപ്പെടുന്നു. എനിക്ക് പോകാൻ ഇടമില്ല. അതിലെന്ന് അഗ്നിയെന്നോ കെടാത്ത തീയെന്നോ ചാകാത്ത മുഴുവെന്നോ വേദനയെന്നോ ദുഃഖമെന്നോ എന്തും വിളിച്ചുള്ളൂ. പക്ഷേ ഈ ശാരീരികമായ വേദനകൾക്കൊക്കെ അപ്പുറത്ത് അതികഠിനമായ ഒരു വേദനയുണ്ട്. അതാണ് അകറ്റപ്പെടുക. നിനക്ക് പോകാം. അപ്പം നമ്മുടെ ജീവൻ്റെ കേന്ദ്രത്തിൽ നിന്ന് അകറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ അതാ നരകം. അപ്പോൾ ആ നരകാനുഭവത്തിൽ നിന്ന് മാറ്റണമെന്ന് ഇത് യേശുവാണ്. അപ്പോൾ യേശു എനിക്ക് കാണിച്ചു തരികയാണ് എന്താണ് പാപത്തിൻ്റെ കാഠിന്യം, എന്താണ് പാപം, എന്താണ് നരകം. അത്
യേശു എനിക്ക് വേണ്ടി ഏറ്റെടുത്തു. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി ആ പാപമില്ലാത്തവനും പാപമാക്കി എൻ്റെ പാപം അവൻ ഏറ്റെടുത്തു. അതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കണം എന്നുള്ളതല്ല ഉദ്ദേശിക്കുക. അപ്പോൾ ഇതാണ് പണ്ട് കാട്ടിന് മനസ്സിലാക്കണം. ഞാൻ വഴിതെറ്റാതെ നോക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാകണം. ഇപ്പം എൻ്റെ ദുഃഖങ്ങളും എൻ്റെ പാപങ്ങളും എൻ്റെ വേദനകളും എല്ലാം ഏറ്റെടുത്തവനാണ്. അതാണല്ലോ ബലിയാടെന്ന് പറയുന്നത്. അപ്പോൾ യേശു ഏറ്റെടുത്തു. അപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, പാപത്തിൽ വ്യക്തമായ അവബോധം, ദൈവത്തിന് അകറ്റപ്പെടുക എന്നുള്ളത് എന്താണ് അർത്ഥമാക്കുക. രണ്ട്, എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി ബലിയായി മാറിയ കുരിശിൽ മരിച്ച യേശുവിലൂടെ പ്രകടമാകുന്ന ദൈവത്തിൻ്റെ സ്നേഹം. അതുകൊണ്ട് ഒരു കാരണവശാലും അകന്നു പോകാതിരിക്കാൻ കഴിയുന്നതും ചേർന്ന് നിൽക്കുക. ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ ഞാൻ പണ്ട് പാടിക്കൊണ്ടൊരു പാട്ടുണ്ടായിരുന്നു 70കളിൽ. സ്വർഗവും നരകവും കാലമാം കടലിനക്കരയോ ഇക്കരയോ, വയലാനൊരു പാട്ടാണ്. ഇപ്പം എനിക്ക് മറുപടി കിട്ടി. സ്വർഗവും നരകവും കാലമാം കടൽ. ഒരു കൂട്ടർ പറയും സ്വർഗവും നരകവും അങ്ങനെ ഒന്നേ ഇല്ല, ഇത് പറയുന്നത് അക്കരയാണ്, മരണത്തിനപ്പുറം ഉണ്ടാകുന്നതാണ്. അത് പറഞ്ഞാൽ ഇപ്പോഴാണ് നരകം, ഇപ്പോഴാണ് സ്വർഗം. ഇതുപോലെ രണ്ടുമാണ്. ഇപ്പം ചിലവർ ഒന്നുമില്ല. ഇപ്പം എന്താണ് സ്വർഗവും നരകവും? സ്വർഗവും എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അന്നിച്ചായിരിക്കുന്ന അവസ്ഥയാണ്. നരകം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അകന്നിരിക്കുന്ന അവസ്ഥയാണ്. അതിവിടെ തുടങ്ങുന്നു, എന്നേക്കും പോകേണ്ടതാണ്. അതുകൊണ്ട് സ്വർഗീയ അനുഭവവും നരകത്തിൻ്റെ അനുഭവവും ഒക്കെ നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, എന്നെ നയിക്കുന്ന ചൈതന്യതാണ്. ദൈവം എനിക്ക് അകലെയെന്നുമല്ല, എൻ്റെ കൂടെയുണ്ട്, എപ്പോഴും ഉണ്ട്. എവിടെയാണ് ദൈവത്തെ കാണുക? എങ്ങോട്ടും പോകട്ടെ, എൻ്റെ ഉള്ളിലേക്ക് കിടക്കുക, ചുറ്റും ഞാൻ ശ്വസിക്കുന്ന വായുവിനേക്കാൾ അടുത്തുള്ളത്, എൻ്റെ ജീവനായിരിക്കുന്ന, എന്നെ നയിക്കുന്ന മാതാവും പിതാവും കൈവിടിഞ്ഞാലും എന്നെ സ്നേഹിക്കുന്ന, അപ്പനെയും അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ദൈവം, എനിക്ക് എല്ലാമായിരിക്കുന്ന ദൈവം. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ആ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അകന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രണ്ട് അനുഭവങ്ങളും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും നമുക്ക് ജീവിതം കുറച്ചൊരു സീരിയസ് ആയിട്ട് എടുക്കാനും ഒരു പ്രചോദനമായി നിങ്ങൾക്കും പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. തമ്മിൽ അനുഗ്രഹിക്കട്ടെ.